ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ കാണുന്ന ഫുഡ് സ്റ്റാളുകളാണ്. അപ്പുറത്ത് എന്തുമാത്രം ഫുഡ് സ്റ്റാളുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നല്ല വൃത്തിക്ക് ഒട്ടനവധി ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന രീതിയിൽ കുറച്ചധികം ഫുഡ് സ്റ്റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരോടും കൂടെ അവരുടെ കാര്യങ്ങളും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഈ വർഷത്തെ കച്ചവടമൊക്കെ? പറഞ്ഞോ. ആ ചേച്ചി ഫോണില അടിപൊളിയാ. എല്ലാ വർഷവും ഇവിടെ കച്ചവടം ചെയ്യാറുണ്ടോ? കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. ഈ വർഷം എങ്ങനെയുണ്ട്? ഈ കൊല്ലം കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ന്യൂ ഇയർ എങ്ങനെയുണ്ട്? ന്യൂ ഇയർ ആണല്ലോ, നാളല്ലേ. കളറല്ലേ? ആ അടിപൊളിയാ, സൂപ്പറാ, അടിപൊളി വൈബാ. എന്തൊക്കെയാ ഫുഡ് ഉള്ളേ ഇവിടെ? നമ്മുടെ സ്പെഷ്യല് കാന്താരി മുട്ടയുണ്ട്, പിന്നെ കാടമുട്ട മസാല, പിന്നെ ബൺമസ്ക ഉണ്ട്, ഡ്രീം കേക്ക് ഉണ്ട്, പിന്നെ ബൺമസ്ക മസ്റ്റ് ആണല്ലേ? ട്രൈ ചെയ്തിട്ടുണ്ടോ? സ്പെഷ്യൽ ഇറച്ചിച്ചോറ് വരുന്നവരാരും വിശന്നിരിക്കേണ്ട വരത്തില്ല. അതെ അതെ, എല്ലാവർക്കും വെള്ളമാണെങ്കിൽ വെള്ളം, കേക്കാണെങ്കിൽ കേക്ക്, എല്ലാ സംഭവവും ഉണ്ട്. അടിപൊളി. അങ്ങനെ തന്നെയാണ്, എല്ലാ സംഭവങ്ങളും കൂടെ ചേർത്താണ്. ഒരു കടയിൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, കഴിക്കാം. വരുന്നവരാരും പട്ടിണി കിടക്കേണ്ട വരത്തില്ല, പട്ടിണി കിടന്ന് ന്യൂ ഇയർ കാണേണ്ട വരത്തില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ച് നല്ല വൃത്തിക്ക് തന്നെ ന്യൂ ഇയർ ആഘോഷിക്കാം. കേൾക്കാമെങ്കിൽ ഈ ബൺമസ്ക ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ബൺമസ്ക അവിടെ ഉണ്ടെന്നും പറയുന്നു. നിതിൻ ട്രൈ ചെയ്തിട്ടുണ്ടോ ബൺമസ്ക? ബൺമസ്ക ഞാനൊന്ന് ഇടുക്കിയിൽ വെച്ച് ട്രൈ ചെയ്തായിരുന്നു. കൊച്ചിയിലെ ബൺമസ്ക ട്രൈ ചെയ്യാനുള്ളൊരു സമയമോ സാവകാശമോ എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയില്ല. ഞാനിപ്പോൾ ഈ ലൈവ് കഴിഞ്ഞാൽ ഉടനെ പോയിട്ടൊരു ബൺമസ്ക ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 2025 വൈറലായിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ ഒന്ന് ബൺമസ്കയാണ് എന്നുള്ളൊരു സംശയമില്ല. അതിപ്പോഴും ഇങ്ങനെ വൈറലായിക്കൊണ്ടേയിരിക്കുകയാണല്ലേ?